നല്ല രുചികരമായ പൊടി സാമ്പാർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്ന ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനൊക്കെ ഒരുപോലെ പറ്റുന്ന നല്ലൊരു പൊടി സാമ്പാറാണിത്. ഹലോ കൂട്ടുകാർ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് പൊടി സാമ്പാറിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ രാവിലെ നേരെ സമയമൊക്കെ ഉണ്ട്, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പെട്ടെന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കി എടുക്കാൻ കുറെ ബുദ്ധിമുട്ടാണ്. വറുത്തരച്ചൊക്കെ വെക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ആരും അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാറില്ല രാവിലെ ഒന്നും. അപ്പൊ നമുക്ക് രാവിലെ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി പൊടി സാമ്പാറിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പരിപ്പ് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. പരിപ്പ് കുറച്ച് വേവ് കുറഞ്ഞ പരിപ്പാണെങ്കിൽ കഷ്ണങ്ങളെ കൂടെ തന്നെ ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ വെന്തിട്ടുമല്ലോ. അപ്പൊ ഇത് കുറച്ച് വേവുള്ള പരിപ്പായ കൊണ്ടിട്ട് ഞാൻ പരിപ്പ് ആദ്യം വേവിച്ചെടുക്കുന്നത്. നമ്മൾ സാമ്പാറിന്റെ വീഡിയോ എടുക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ പുറകാലം ഒരാൾ കൂടിയിട്ടുണ്ടെന്ന് എന്റെ ഒക്കെ തന്നെയാണ്, ഇറങ്ങുന്നില്ല. നമ്മൾ പരിപ്പ് വേകുമ്പോഴത്തേക്ക് നമ്മൾ വേഗം കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. മത്തൻ, ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, ചേന, വഴുതനങ്ങ, മുരിങ്ങക്കായ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനുള്ള പച്ചക്കറികളാട്ടോ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. നമുക്ക് വെണ്ടക്ക വേണം. വെണ്ടക്ക നമ്മൾ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെണ്ടക്ക ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഒരു വലിപ്പത്തിൽ തന്നെ വെണ്ടക്ക മുറിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്ടാതെ സാമ്പാറിൽ വെണ്ടക്ക ഇടരുതിട്ടോ. വെണ്ടക്ക ഇടുമ്പോ എന്താ പറയുക, വാട്ടാതെ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു കൊഴുപ്പുണ്ട്. അപ്പൊ സാമ്പാർ ഇങ്ങനെ കൊഴുത്തു പോകും. അപ്പൊ നമ്മള് ഈ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ കഴിക്കുമ്പോൾ അതേപോലെ ചോറിന് കഴിക്കുമ്പോഴൊക്കെ ഒരു എന്തോ ഒരു പോലെ ആയിരിക്കും, ഇങ്ങനെ കൊഴുത്തിരിക്കട്ടെ. അതിന്റെ കൊഴുപ്പെല്ലാം അതിലേക്ക് ഇറങ്ങിപ്പോകും. നമുക്ക് പെട്ടെന്ന് തന്നെ വെണ്ടക്ക വേഗം വാടി കിട്ടുമോ, വേഗം ഇത് വാട്ടിയെടുക്കാം. സാമ്പാറിന് വേണ്ടിയിട്ട് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാട്ടോ, കുറച്ച് പുളി വെള്ളത്തിൽ നമ്മൾ ഇട്ടേക്കണം. അപ്പോഴാണ് അതിന്റെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. നമ്മൾ അപ്പൊ തന്നെ എടുത്തിട്ട് പുളി പിഴിയുമ്പോ ശരിക്കും അതിന്റെ പുളിയൊന്നും ഇങ്ങനെ വരില്ല. അപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെക്കണം. സാമ്പാറിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പൊ പച്ചക്കല്ല കേട്ടോ, വെറുതെ പൊടി അങ്ങനെ ഇട്ട് കൊടുക്കല്ല വേണ്ടത്. പൊടി ഒന്ന് വറുത്തിട്ട് വേണം, പെട്ടെന്ന് ഒന്ന് തന്നെ വറുത്ത് കിട്ടും കേട്ടോ. ഒന്ന് വറുത്തിട്ട് വേണം നമ്മള് പൊടി സാമ്പാറിലേക്ക് കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ തന്നെ 1.5 സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഒരു സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ട്, നമുക്ക് വറവ് ഇടുമ്പോൾ കുറച്ച് സാമ്പാർ പൊടി ചേർക്കാനുള്ളതാണ്. അതുകൊണ്ടാട്ടോ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ഇത് മൂന്നും കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. വറുക്കുമ്പോൾ നമ്മൾ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട. എണ്ണ ഒന്നും ചേർക്കാതെ തന്നെ കരിഞ്ഞു പോകാതെ വറുത്തെടുത്താൽ മതി. ഒരു 10 മിനിറ്റോളം ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പൊ തന്നെ നന്നായിട്ട് പൊടികളെല്ലാം പച്ചമണം മാറി മൂത്ത് വരും. സാമ്പാറിൽ നമ്മൾ ചിലപ്പോൾ കഷ്ണങ്ങളുടെ കൂടെ തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ വറുക്കാണ്ട് ചേർത്ത് കൊടുക്കും. അങ്ങനെ ഒരു പച്ചക്കുത്ത് വരും സാമ്പാറിന്. ഒന്ന് വറുത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മണവും നല്ല ടേസ്റ്റ് ആയിരിക്കും. വറുത്തരച്ച് വെക്കുമ്പോൾ ഇതുപോലെ തന്നെ പൊടികൾ തേങ്ങയുടെ കൂട്ടത്തിലല്ല, അല്ലാണ്ട് തന്നെ ഇങ്ങനെ വറുത്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാന്. നമ്മളിതാ പൊടികളെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പച്ചക്ക് ചേർത്തപ്പോ ഉണ്ടായ കളറല്ല ഇപ്പൊ ഒന്ന് വറുത്തപ്പോ കളറെല്ലാം എല്ലാ പൊടിയും കളർ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ പോലത്തെ ഒരു കളറായി വന്നിട്ടുണ്ട്. ഇതുപോലെ വറുത്തെടുക്കണം. ഒരു 10 മിനിറ്റോളം മതിയാവും കേട്ടോ. ഇതിങ്ങനെ വറുത്തിട്ട് തന്നെ വറുത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി നിറയാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അപ്പൊ നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് എടുത്താൽ മതി. നമുക്കിതാ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കഷ്ണങ്ങളും കൂടെ വേവിച്ചെടുക്കാം. ഞാൻ ചട്ടിയിലാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. വേഗം പെട്ടെന്ന് വെന്തിട്ടാണെങ്കിൽ കുക്കറിൽ ഇട്ട് കൊടുത്താൽ മതി. കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഓഫ് ആക്കിയാൽ മതി. അപ്പൊ വെന്തുടഞ്ഞൊന്നും പോവില്ല. വിസിൽ വരുന്നതിന്റെ വിസിൽ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോഴത്തേ നമ്മൾ ഓഫ് ആക്കിയാൽ മതി. അപ്പൊ കഷ്ണങ്ങൾ വെന്ത് പോവാതെ തന്നെ നമുക്ക് കിട്ടും. നമ്മളത് കഷ്ണങ്ങളെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ വറുത്ത് വെച്ച് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ പൊടികൾ ചേർത്താലേ കഷ്ണങ്ങളിലൊക്കെ എരിവൊക്കെ നന്നായിട്ട് കയറുള്ളൂ. പൊടികൾ വറുക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. മഞ്ഞൾപ്പൊടി നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പൊ ചേർത്ത് കൊടുക്കാം. നമ്മളിതാ വെള്ളത്തിലിട്ട് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പുളിവെള്ളം ഇപ്പൊ ചേർത്ത് കൊടുക്കുക.
നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ നോക്കുന്ന സമയത്ത് പുളി കുറവാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് വെന്ത പരിപ്പും കൂടെ ഈ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞു വരണേ. വേവ് കുറഞ്ഞ പരിപ്പാണെങ്കിൽ കഷ്ണങ്ങളെ കൂടെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടുപ്പത്തേക്ക് കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മൾ പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ സമയം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് തന്നെ കഷ്ണങ്ങൾ വേവിച്ചെടുത്താലും മതി. കഷ്ണങ്ങൾ വരുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം. ഇതിന് കൂടെ കയ്പൊക്കെ ഉണ്ടെങ്കിൽ കയ്പ കൂടെ ചേർക്കുന്നത് നല്ലതാട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നമുക്കിപ്പോ കയ്പ ഇല്ലാത്തതുകൊണ്ടാട്ടോ ചേർക്കാത്തത്. കയ്പ ചേർക്കുമ്പോ നമ്മൾ അങ്ങനെ അരിഞ്ഞ് ഈ കഷ്ണങ്ങളെ കൂടെ വേവിക്കരുത്. പിന്നെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ വാട്ടുന്ന കൂട്ടത്തില് വെണ്ടയ്ക്കയും കയ്പയ്ക്കും കൂടെ ഒരുമിച്ചിട്ടിട്ട് വാട്ടിയെടുത്തമ്മ ഒന്ന് വറുത്ത പോലെ ആക്കി എടുക്കണം. അപ്പോഴാ കയ്പയ്ക്കന്റെ കയ്പൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. സാമ്പാറിൽ കയ്പൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുള്ളൂ. കയ്പാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരും ഇടാറില്ല. പക്ഷെ കയ്പൊക്കെ ചേർത്താലാണ് സാമ്പാറിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ എടുക്കണം കേട്ടോ, വാട്ടിയെടുക്കണം. പെട്ടെന്നൊന്ന് വാടി വന്നിട്ട് എടുക്കരുത്. ഇതിന്റെ കൊഴുപ്പ് ഇങ്ങനെ പോയി കിട്ടണം. ഇപ്പൊ കൊഴുപ്പൊന്നും ഇല്ലാതെ വെണ്ടയ്ക്ക വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ കൊഴുപ്പെല്ലാം മാറിയതുപോലെ വാട്ടിയെടുക്കണം കേട്ടോ. സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഉപ്പ് ചേർക്കാത്തത് ചേന ചിലപ്പോൾ വേവൂല, അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വാട്ടി വെച്ച വെണ്ടക്ക കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാർ ഇത് തിളക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ പൊടികളൊക്കെ വറുത്തിട്ടുള്ള ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഈ വെണ്ടക്ക കൂടെ ഇതിൽ കിടന്നിട്ട് ഒന്നും കൂടെ വേവാണ്ട് പച്ചക്കറിയൊക്കെ ഒന്നും കൂടെ വെന്ത് വരട്ടെ. നമ്മളിതാ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഉപ്പും പുളി എരിവൊക്കെ പാകത്തിന് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. നമ്മള് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്തിച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോ കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. നമ്മളിതാ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇതിലേക്ക് ഒരു നുള്ളി കുറച്ച് മതി, ഒരു സാമ്പാർ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ കായപ്പൊടി സാമ്പാർ പൊടിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ ഇങ്ങനെ സാമ്പാർ പൊടി നമ്മൾ വറവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു കളർ കിട്ടും സാമ്പാറിന്. വറുത്തരച്ചെക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ എനിക്കൊക്കെ ഇഷ്ടം കുറച്ച് പൊടി സാമ്പാറാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ വറുത്തരക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലത് പൊടി സാമ്പാർ കഴിക്കാനാണ്. നമ്മുടെ വറവ് ഇതാ നന്നായിട്ട് പൊടികളും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതാ ഈ വറവ് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണാണ്. ഈ വറവും കൂടെ ഒഴിച്ചപ്പോ അടുക്കള മൊത്തം നല്ല സാമ്പാറിന്റെ മണാണ്. നന്നായിട്ട് ഇറക്കി കൊടുക്കണം.
നമ്മുടെ നല്ല കുറുകിയ പൊടി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനൊക്കെ ഒരുപോലെ പറ്റുന്ന നല്ലൊരു അടിപൊളി സാമ്പാറാണ്. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യാനും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.